CPM-നെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി രാഷ്ട്രീയം പയറ്റിയാൽ നിലമ്പൂർ ജയിക്കോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. ഏതൊക്കെ സംഘടനകൾ പിന്തുണയ്ക്കുമോ എന്നൊക്കെയുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ പരാമർശം അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനിൽ നിന്നുണ്ടാവുന്നത്. അന്നും ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമി CPM യുദ്ധം സാമൂഹ്യ മാധ്യമങ്ങളിലും പാർട്ടി മാധ്യമങ്ങളിലും ഒക്കെ വലിയ തോതിൽ കൂലങ്കുഷമായി നടന്നു. അതിന്റെ ഗുണഭോക്താവായത് ആത്യന്തികമായി ഇടതു മുന്നണിയാണ്. നിങ്ങളുടെ വോട്ട് ഷെയർ ചില ജില്ലകളിൽ 10% താഴെ പോയി. വളരെ ഉയർന്ന വോട്ട് ഷെയർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനു ശേഷം എന്നുള്ള കാര്യം ഓർക്കണം. ഇപ്പോൾ ഞങ്ങളുടെ വോട്ട് ഷെയർ 20-ലേക്കൊക്കെ എത്തുകയാണ് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കോണ്ടക്സിൽ പറഞ്ഞെടുത്തതെന്ന് ഈ ഒരു നറേറ്റീവാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അത് 2021-ലേതിന് സമാനമായ വിധത്തിലുള്ള ഒരു പര്യവസാനത്തിലേക്ക് പോകുമെന്നുള്ള ആശങ്ക സ്വാഭാവികമായി നിങ്ങൾക്ക് തോന്നാം കേട്ടോ. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല. നോക്കൂ, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നത് ഇലക്ട്രലായിട്ട് CPM-ന് പ്രോസ്പെക്ട്സ് ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് ഒരു ചരിത്രപരമായിട്ടുള്ള സത്യമാണ്. അതേസമയം ഇപ്പോൾ ഈ ഡെസ്പറേഷൻ കാരണം PDP പോലെയുള്ള സംഘടനകളിൽ നിന്നും ഈ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ പോലെയുള്ള സംഘടനകളിൽ നിന്നുമൊക്കെ പിന്തുണ സ്വീകരിക്കാൻ തയ്യാറാവുന്നതിലൂടെ അവരുടെ ആദർശപരമായിട്ടുള്ള ഈ നിലപാടിൻ്റെ ഇരട്ടത്താപ്പ് വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അവർക്ക് ആ പറയുന്ന ഗുഡ് വില്ല് അനുഭവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത്. ഈ ചർച്ചയിൽ ഇപ്പോൾ നോക്കൂ, പലതവണ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ ഏതാണ് സംഘടന, അങ്ങനെ ഒരു സംഘടനയെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ശ്രീ അരുൺകുമാർ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഒരു ഹിസ്റ്ററിക്കൽ ട്രിവ്യ പറയുകയാണ്. 1948 ജനുവരി 30 ഈ വിനായക ദാമോദർ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, അതായത് ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. 1948 മഹാത്മാഗാന്ധിയുടെ വധം ഉണ്ടാവുന്ന സമയത്ത്, ഗോഡ്സെ വധം ഉണ്ടാവുന്ന സമയത്ത്, ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. 1948 ഗാന്ധി വധം ഉണ്ടാവുന്ന സമയത്ത് ഗോഡ്സെ പ്രവർത്തിച്ചു. അതെ, നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ 2 തവണ പിന്തുണച്ചിട്ടുള്ള ആൾക്കാർ CPM ആണ്. അതായത് ഗോഡ്സെ ഗാന്ധി വധം നടത്തുന്ന സമയത്ത് അയാൾ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ, ഞാൻ ഒന്ന് മുഴുവൻ പറയട്ടെ, അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു. ആ സമയത്ത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി 1963-ലും 67-ലും വെസ്റ്റ് ബംഗാളിലെ ബുർദ്വാൻ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ CPM-ന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. അദ്ദേഹത്തെയാണ് CPM 2004 മുതൽ 2008 വരെ ഇന്ത്യയുടെ സ്പീക്കറാക്കിയത്. 1948 നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹിന്ദു മഹാസഭയിൽ നിന്ന് രാജിവെക്കുകയും ഹിന്ദു മഹാസഭയെ തള്ളിപ്പറയുകയും 2 പതിറ്റാണ്ടോളം ഹിന്ദു മഹാസഭ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം 63-ൽ ബർദ്ധമാനിൽ നിന്ന് മത്സരിക്കുന്നത്. ഇടതു മുന്നണിയുടെ പിന്തുണ ഉണ്ടായി. അദ്ദേഹം CPM-ൽ ചേർന്നില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ സോമനാഥ് ചാറ്റർജി CPM-ന്റെ MP ആയി, പിന്നീട് ലോക്സഭാ സ്പീക്കറായി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിഷ്കരുണം തള്ളിക്കളയുകയും അതിനെതിരെ നിശിതമായ നിലപാടെടുക്കുകയും ചെയ്ത് 1.5 പതിറ്റാണ്ടിന് ശേഷം പിന്തുണയോടുകൂടി മത്സരിച്ചാൽ ഇപ്പം എന്താ കുഴപ്പം? അങ്ങ് പറഞ്ഞത് തെറ്റാണ്. അങ്ങ് പറഞ്ഞത് ചരിത്രപരമായി തെറ്റാണ്. 1948 ഹിന്ദു മഹാസഭയിൽ നിന്ന് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി രാജിവെക്കുന്നില്ല. തന്നെയുമല്ല, 1952 ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി മത്സരിക്കുന്നുണ്ട്. അന്ന് ഹിന്ദു മഹാസഭയുടെ പിന്തുണയോടുകൂടി അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുണ്ട്. 1957 മാത്രമാണ് ഇദ്ദേഹം ഹിന്ദു മഹാസഭയിൽ നിന്ന് പുറത്തുപോയിട്ട് സ്വതന്ത്ര പാർട്ടിയുടെ ഭാഗമായി മാറുന്നത്. പിന്നീട് 63-ലെ ബൈ ഇലക്ഷനിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. ഗാന്ധിവധം നടന്ന സമയത്ത് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനാണ്. അതിനെ തുടർന്നും അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനാണ്. അതിനുശേഷം നടന്നിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഹിന്ദു മഹാസഭയാണ് CPM പിന്തുണച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് അങ്ങേര് മത്സരിക്കുന്നത്. എപ്പോഴാണ് ഹിന്ദു മഹാസഭ ഡിസോൾവ് ചെയ്തത്? പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദു മഹാസഭയെ നിരോധിക്കാഞ്ഞത്? 1952-ലാണല്ലോ ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. 1952-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആരുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്? ഏത് സംഘടനയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്? ശരി, 56-ൽ അങ്ങേര് ഹിന്ദു മഹാസഭ വിട്ടാലും പിന്നെ 63-ലാണല്ലോ ബർദ്ധമാനിൽ മത്സരിക്കുന്നത്. 10 വർഷത്തെ സമയമുണ്ട്. അതുപോലെ അല്ല, ശരി, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇവർക്ക് അഖില ഭാരതീയ ഹിന്ദു മഹാസഭയെ അറിയാത്ത ആളുകളല്ല. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുമായിട്ട് പണ്ടേ പരിചയമുള്ള, അവരുടെ നേതാക്കന്മാരെ പിന്തുണച്ച പരിചയമുള്ള ആളുകളാണെന്ന് സൂചിപ്പിക്കാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമി കശ്മീരിലുള്ള ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യയിലുള്ള ജമാഅത്തെ ഇസ്ലാമി രണ്ടാന്ന് പറയുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ്. ഇന്ത്യ വിഭജനം ഉണ്ടായ സമയത്ത് ഇന്ത്യയിലൊരു ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാനിലൊരു ജമാഅത്തെ ഇസ്ലാമിയും, കശ്മീരിൽ മാത്രം ജമാഅത്തെ ഇസ്ലാമി കശ്മീർ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത് കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറാവാത്തത് കൊണ്ടാണ്. അവർ കശ്മീർ ഒരു പ്രത്യേക പ്രദേശമാണ്, അത് ഇന്ത്യൻ മെയിൻലാൻഡിന്റെ ഭാഗമല്ല, അത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല
പ്രശ്നമല്ലെന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കാശ്മീരിൽ പ്രത്യേക ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത്. ഇപ്പൊ കാശ്മീരിൽ പ്രത്യേക ജമാഅത്തെ ഇസ്ലാമി ഇല്ല. 2019 ഈ പറയുന്ന ഈ കാശ്മീർ കംപ്ലീറ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞോട് കൂടിയിട്ട് ഈ ആർട്ടിക്കിൾ 360 എടുത്ത് കളഞ്ഞോട് കൂടിയിട്ട് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ബാൻഡ് ആവുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പൊതുവെ പറയാറുണ്ട് 3 ലോകത്തിലെ പ്രധാനപ്പെട്ട 3 ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ്, ഒന്ന് ഹസൻ അൽ ബന്നയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഈജിപ്തിലുള്ള മുസ്ലിം ബ്രദർഹുഡ്, പിന്നൊന്ന് റാഷിദ് റിദയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള സലഫി മൂവ്മെന്റ്, അതേപോലെയാണ് മൗലാന മൗദൂദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ എന്താ പറയുക ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൂവ്മെന്റ്. ഒരു ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റിനെ, ഒരു പാൻ ഇസ്ലാമിക് ശരിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവഹരിക്കപ്പെടുന്ന ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിനെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. അത് പിന്നീട് ഓരോ പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയം കൊണ്ട് പലതരത്തിലുള്ള എന്താ പറയുക മാറ്റങ്ങൾക്കൊക്കെ വിധേയരായിട്ടുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രേരകമായിട്ടുള്ള ആശയം അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഹുക്കുമത്ത് ഇല്ലാഹി എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യസ്ഥാപനം തന്നെയാണ്. ശരി, ആയിക്കോട്ടെ. ഇതൊക്കെ കഴിഞ്ഞ് ശ്രീ ശങ്കു 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം അന്ന് വെൽഫെയർ പാർട്ടിയിലെ ജമാഅത്തെ ഇസ്ലാമിയും RSSകാരും മറ്റ് ആളുകളും ഒക്കെ ഒരുമിച്ചായിരുന്നു ജയിലിൽ കിടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാലത്തെ ഓർമ്മകൾ പിന്നീട് എഴുതുമ്പോൾ പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് നോമ്പുകാലത്ത് ബിരിയാണി വെച്ച് കൊടുത്ത ഒരു കഥയൊക്കെ എഴുതുന്നുണ്ട്. നിങ്ങളുമായിട്ട് RSSുമായിട്ട് 1970 മുതൽ ഡയലോഗ് നടത്തുന്ന ഡയലോഗ് നടത്തുന്ന ഒരു വിഭാഗമാണ്. ഏറ്റവും ഒടുവിൽ 2024 ചോയ്സ് ഉണ്ടോ ശ്രീ അഭിലാഷ്? ഇന്ദ്രേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും അതുപോലെ തന്നെ ഇന്ദ്രേഷ് കുമാറും ഒക്കെ ഡയലോഗ് നടത്തുന്നു. നിങ്ങൾ ഡയലോഗ് നടത്തുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. നോക്കൂ, ജയിലിൽ കിടക്കുന്ന ആൾക്ക് ചോയ്സ് ഉണ്ട്. എൻ്റെ കൂടെ എൻ്റെ ജയിലിൽ എൻ്റെ സെല്ലിൽ ഇന്ന രാഷ്ട്രീയക്കാരൻ മാത്രമേ കിടക്കാൻ പാടുള്ളൂ എന്ന്. അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്തായിരുന്നു? അന്ന് ജനാധിപത്യം ഇന്ത്യയിൽ തുടരണോ വേണ്ടയോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇന്ത്യ വേഴ്സസ് ഇന്ദിര എന്ന് പറയുന്ന ഒരു സമരമാണ്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെ താഴെ ഇറക്കാനും ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും വേണ്ടി ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഒന്നിച്ചു നിന്നിട്ടുണ്ട്. അതിൽ അവർ തമ്മിലുള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസിനെ പറ്റിയിട്ടുള്ള ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ജനസംഘമുണ്ട്, അന്ന് CPM ഉണ്ട്, അന്ന് CPI ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനം, സ്വതന്ത്ര പാർട്ടി ഉണ്ട്, ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റ് ഉണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ചിട്ടാണ് ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ആ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ആശയപരമായിട്ടുള്ള ഐക്യദാർഢ്യം ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അലയൻസ് ഉണ്ടാക്കിയിട്ടോ ഒരു കോമൺ മിനിമം പ്രോഗ്രാം രൂപീകരിച്ചിട്ടോ നാളെ ഇത്തരത്തിൽ ഒന്നിച്ച് പ്രവർത്തിച്ചോളാം എന്നുള്ള വാഗ്ദാനത്തിന്റെ മുകളിലൊന്നുമല്ല. അവിടെ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇന്ദിരാഗാന്ധിയുടെ ഈ മർദ്ദക ഭരണകൂടത്തെ താഴെ ഇറക്കിക്കൊണ്ട് നിരവധി പരിവാറുകളിൽ ശരി, ഷാരൂൺ പറയും.